ഓക്കെ. എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഓരോരോ ആൾക്കാർ ചെറിയ ചെറിയ ആൾക്കാരൊക്കെ നമ്മളെ കുറിച്ച് വീഡിയോ ചെയ്തിരിക്കണു. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താണ് 8 ലക്ഷം രൂപയാണ് ഗവൺമെന്റിന്റെ സർജറിക്ക് മാത്രം. ബാക്കി പൈസ പറഞ്ഞിരിക്കുന്നത് 3 ലക്ഷം രൂപയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്റെ മകളുടെ സർജറിക്ക് അത്രയും പ്രശ്നമുള്ളത് കൊണ്ട് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. ജസ്റ്റ് ഹോള് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവൾക്ക് അത്രയും ക്രിട്ടിക്കൽ ആയതുകൊണ്ടാണ് എന്നെ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കണ്ടെത്തണം. അപ്പൊ ഏകദേശം എത്ര വരും ചോദിച്ചപ്പോൾ 3 ലക്ഷം രൂപ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ 2.5 ലക്ഷം രൂപയെങ്കിലും കിട്ടി, അതെങ്കിലും ആയില്ലേ, ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരുന്നത്. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ നമ്മൾ പെട്ടെന്നല്ല നമ്മളിപ്പോ സർജറിക്ക് തന്നെയല്ലേ നമ്മൾ പറയുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ഏറ്റവും വലിയ തെറ്റ് മണ്ടത്തരം. പക്ഷെ ആദ്യം മുതൽ ഞാൻ പറഞ്ഞത് സർജറി ഫ്രീ ആണ്, അതുകൊണ്ട് സർജറിക്ക് വേണ്ട, ബാക്കിയുള്ള കാര്യത്തിൽ ഇത്രയും പൈസ ഈ 8 ലക്ഷം വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാനിപ്പോ എനിക്കൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ പൈസ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ ചില ആളുകൾ പറയുന്നത് എനിക്ക് 20 ലക്ഷവും 20,000 30,000 50,000 ഒക്കെ അയച്ചു തന്നു എന്നൊക്കെ പറയണു. ഭഗവാനെ, ഞാൻ എന്ത് ചെയ്യണം? എന്റെ നിരപരാധിത്വം ഞാൻ എവിടെ തെളിയിക്കണം എന്നറിയാം. ഇനി എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൃത്തികേട് കേൾക്കേണ്ടി വരും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ധന്യ ആരാണ് എന്ന് ഞാൻ പറയാം. ധന്യ ഏകദേശം ഒരു 1 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ്. പാലക്കാട് ഒരു ചെറിയ കട നടത്തുന്നുണ്ട്. ആ കടയിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നു എന്നും അവൾ പറയുന്നുണ്ട്. അതേസമയം ധന്യയുടെ മകള് ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് എന്നാണ് ധന്യ പറയുന്നത്. അത് സംബന്ധിച്ചു തന്നെ ധന്യ നിരന്തരം വീഡിയോസുകൾ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. അതിൽ നിന്നും ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ അവൾക്ക് പണം അയച്ചു കൊടുക്കാറുണ്ട്. അത് അത്തരത്തിൽ അയച്ചു കൊടുക്കുന്നതായിട്ടുള്ള തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം പലരും അതിൻ്റെ സത്യാവസ്ഥ മറ്റു പലരുടെയും റിയാക്ഷൻ വീഡിയോസിൻ്റെ താഴെയും വന്നിട്ട് കമൻറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായി ബന്ധപ്പെട്ടപ്പോഴേ അവരൊക്കെ ഇത്ര പണം അയച്ചു കൊടുത്ത് എന്ന് തെളിയിക്കുന്ന റെസിപ്റ്റും ലഭിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ മറ്റൊരു വീഡിയോസിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ആ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ അതും ഞാൻ കാണിക്കുന്നതായിരിക്കും. ഏതായാലും ഞാൻ ഈ പാലക്കാടൻ ബ്ലോഗറായിട്ടുള്ള ധന്യയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ചുള്ള ക്ലാരിറ്റിക്കും വേണ്ടിയിട്ട് എന്താണ് ഏതാണെന്ന്. പക്ഷേ അവൾ എന്നോട് ആ ഒരു സംസാരത്തിൽ അവസാനമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. കാരണം അത് ഈ ഒരു ഓഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കേട്ടതിന് ശേഷം അവസാനത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ പെയിന് വിറ്റുകൊണ്ട്, കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് വിൽക്കാൻ പറ്റുന്നത് നമ്മുടെ വിഷമവും പെയിനും നമ്മുടെ വേദനകളൊക്കെയാണ്. ഇത്തരം വേദനകൾ വിറ്റുകൊണ്ട് പണം സമ്പാദിക്കുക എന്നുള്ളത് അതാണ് ഇന്നത്തെ ഒരു കാലഘട്ടം. അത്തരത്തിൽ തന്നെയാണോ എന്ന് നമ്മൾ ഈ ഓഡിയോ കേട്ടതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് വിലയിരുത്താം. ആദ്യം നമ്മളൊന്ന് കേട്ട് നോക്കാം. ആദ്യം നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. ചിലപ്പോൾ ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും. പക്ഷെ എന്റെ മകള് സർജറി ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ സംസാരിക്കാം. അല്ലാതെ എനിക്ക് വേറൊരു നിവൃത്തിയില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ആളുകളെ സഹായിച്ചിട്ട് ഇപ്പൊ എത്രയാണ് ഈ സർജറിക്ക് വരുന്ന ചെലവ്? ഇപ്പൊ ചെലവ് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ 2 ലക്ഷം 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. 2 ലക്ഷം രൂപയെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും കരുതിയേ പറ്റുള്ളൂ. 10 ദിവസം ഇനി 10 അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? അതായത് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും, അതായത് സർജറി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മള് ഷോപ്പ് ഉണ്ടാവില്ല, നമ്മൾക്ക് 2 നാൾ കൊണ്ടുവന്നിട്ട് നമ്മൾ കഴിയുന്നത്. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ കാര്യം ഞാനാണ് കുറേ ആയി 6-7 മാസമായി ആള് പണിക്കൊന്നും പോകാണ്ട് ആകതായിട്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എത്ര കളക്ഷൻ കിട്ടി ആളുകൾ തന്നിട്ട് പൈസ? 25,000 രൂപ. ആകെ 25,000 രൂപ കിട്ടി. 25,000 രൂപയാണ് എനിക്ക് കിട്ടിയത്. മൊത്തത്തിൽ ടോട്ടലി 25,000 രൂപയാണ് ആകെ കിട്ടിയിട്ടുള്ളത്. ആകെ കിട്ടിയിട്ടുള്ളത് മൊത്തം വരുന്നത് 2.5 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപയാണ്. അതിലിപ്പോ കിട്ടാത്തത് കൊണ്ട് നമ്മളിപ്പോ അവരെ ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലും ഞങ്ങൾക്കൊരു ക്ലെയിം എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, ഞങ്ങൾക്ക് ഈ 10 ദിവസം ഉള്ളൂ. ഇപ്പൊ സാർമാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഇവിടുന്ന് നമ്മൾ പ്രസിഡന്റിന്റെ ഒരു സാക്ഷ്യപത്രവും അംഗൻവാടി ടീച്ചറിന്റെ അടുത്തുനിന്ന് കുട്ടി ഇവിടെ സ്കൂളിലുണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ എന്റെ ഒരു സാക്ഷ്യപത്രവും വേണത്രേ. പക്ഷേ അവൾ പറയുന്നു 25,000 രൂപ മാത്രമേ ഞാൻ ഇന്നേ വരെ ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ 25,000 രൂപയിലധികം പണം അയച്ചിട്ടുണ്ട് എന്ന് ഞാൻ തെളിയിച്ച് തന്നാൽ ധന്യ ആ തെളിവ്
സത്യസന്ധമായിട്ട് അത് പറയാൻ തയ്യാറാവുമോ? സത്യസന്ധമായിട്ട് അത് തെളിയിക്കാൻ തയ്യാറാവുമോ? കാരണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തിൻ്റെ ട്രാൻസാക്ഷൻ വരെ വെച്ചുകൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? കാരണം ധന്യയുടെ അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയച്ചവർ അതിൻ്റെ വ്യക്തമായ സത്യസന്ധമായിട്ടുള്ള തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. ആരൊക്കെ അയച്ചിട്ടുണ്ടെന്നും അതും 25,000-ത്തിലുപരി പണമുണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ധന്യ ആ സത്യത്തിന് അത് സത്യമാണ് എന്ന് തെളിയിക്കാൻ തയ്യാറാവുമോ? ഈ ഒരു വീഡിയോ ചെയ്തതാണല്ലോ ഏറ്റവും ഈ പൈസയുടെ പ്രശ്നം വരുമ്പോഴാണല്ലോ എല്ലാവരും നമ്മളെ നോക്കണത് ഇവിടെ എന്താണെന്നുള്ളത്. പക്ഷെ ആ അവസ്ഥ എന്താണെന്നും കൂടി ചിന്തിക്കണം. ഇപ്പൊ ഞാൻ എവിടേക്കെങ്കിലും വർക്കിനോ കാര്യങ്ങളോ പോവാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങൾ ആരും നോക്കുക പറയും. ഇതൊക്കെ പറയുന്ന ആൾക്കാർക്ക് വെറുതെ പറയാനേ ഉള്ളൂ. ഇത് എന്തുമാത്രം നമ്മളെ ഇങ്ങനെ ഞാൻ നിങ്ങളുടെ ഒരു മുസ്ലിമായ ആളുകളുടെ വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ വല്ലാതെ ഹറാസ്മെന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ഒരു മുസ്ലിമായ ഒരാളിനെ ഞാൻ ഇപ്പോൾ ജസ്റ്റിന സലീമിന്റെ വേറൊരു വേർഷനാണെന്ന് പറയുന്നു. ഞാൻ ഏത് നേരം പള്ളിയിൽ പോയിട്ടും പിന്നെ ഏത് നേരവും ഞാൻ ഖുർആൻ വായിക്കുന്നതും ചെയ്തു. 1-2 വീഡിയോ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ നമ്മൾ പ്രാരാബ്ധത്തിൽ നമ്മൾ വളർന്ന ആൾക്കാരാണ്. ഞാൻ ഉണ്ണാനും ഉടുക്കാനും ഒരു ചെരുപ്പ് വരെ ഒരു ഡ്രസ്സ് വരെ എനിക്ക് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളാണ് എനിക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായി? അവരെന്നെ കാണാനായിട്ട് വന്നിട്ട് ഉണ്ണിയപ്പോൾ ഓർഡർ തരിക, അങ്ങനെ ചെറിയ സഹായങ്ങളാണ് എനിക്ക് അവർ തന്നിട്ടുള്ളത്. അല്ലാതെ നമ്മൾ എന്തിനാണ് ഈ പറ്റിച്ച് നടക്കുന്നത്? അത് എൻ്റെ മകളെ വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. പിന്നെ കരച്ചിൽ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വിഷമമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ഇതിലും പെടാണ്ട് പോയി. പക്ഷെ എൻ്റെ പേര് പറയുന്നതോറും ഞാൻ കേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എത്രയോ പേര് എനിക്ക് ഒരു സ്ട്രൈക്ക് വയലേഷൻ കിട്ടിയിരിക്കുകയായിരുന്നു. ആ ഒരു ചെറിയൊരു കുട്ടിന്റെ വീഡിയോ ചെയ്തിട്ട്, തമിഴ്നാട്ടിലെ ഒരു കുട്ടിന്റെ വീഡിയോ ചെയ്തിട്ട്. എന്നിട്ട് എനിക്ക് റവന്യൂ കയറിയിട്ടുണ്ടായിരുന്നില്ല. 3 മാസം എനിക്ക് റവന്യൂ ഇല്ല. പിന്നെ ഞാൻ അങ്ങനെ ഒരു $85 ആയിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ എന്തോ ഇട്ടു, 1-2 വീഡിയോ അല്ലെങ്കിൽ പഴയ വീഡിയോസ് ഒക്കെ പെട്ടെന്ന് കയറാൻ തുടങ്ങി. $113 എനിക്ക് ഈ മാസം കിട്ടിയിട്ടില്ല. ഈ മാസം 26-ാം തീയതി. ഈ 2 മാസം 3 മാസം കൂടുമ്പോഴേക്കും എനിക്ക് റവന്യൂ വരുന്നത്. പിന്നെ ഫസ്റ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ട് 4000 പബ്ലിക് വാച്ചവർ ആയപ്പോൾ എൻ്റെ വീഡിയോ തന്നെ ഞാൻ ഡിലീറ്റ് ആക്കി പോയി. അത് ബുദ്ധിയില്ലാണ്ട് റീയൂസ്ഡ് കണ്ടന്റ് പറഞ്ഞപ്പോൾ നമ്മുടേതല്ലാത്ത വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തന്നെ വീഡിയോസ് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ 1 വർഷം കഴിഞ്ഞിട്ടാണ് ചാനൽ മോണിറ്റൈസേഷൻ ആയത് തന്നെ. എന്നിട്ടാണ് അവിടെ നിന്ന് ചെറിയ അതും നടക്കാൻ പറ്റാതെ എണീക്കാൻ പറ്റാതെ കിടക്കുന്നൊരവസ്ഥയായിരുന്നു എനിക്ക്. 2 ആഴ്ച കൂടുമ്പോൾ 3500 രൂപ വേണം എനിക്ക്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ട് 1700 രൂപന്റെ മരുന്നും ഇവിടുന്ന് ഓട്ടോയിൽ നടക്കാൻ കഴിയില്ല എനിക്ക്. അതായത് ഞാൻ ചോദിക്കുന്നത് 2 ആഴ്ച കൂടുമ്പോ ശരിക്കും കുട്ടിന്റെ എന്താണ് കുട്ടിക്ക് എന്താണ്? മകൾക്കല്ല, എന്റെയും മകളുടെയും കാര്യങ്ങൾക്ക് ആണ് ഞാനിപ്പോ സംസാരിച്ചത്. ഇന്നല്ല, പൈസയുടെ കാര്യമില്ല, നേരത്തെ ഇപ്പൊ സംസാരിച്ചത്. മകൾക്ക് ഹാർട്ട് ഡിസീസ് ആണ്, ഹാർട്ടിൽ പ്രശ്നമാണ് മകൾക്ക്, ഹോളാണ്. അപ്പൊ അത് എമർജൻസി സർജറി കൊണ്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ പോയി ഒരു 2.5 വയസ്സായ സമയത്ത്. പക്ഷെ 2.5 വരെ സമയത്ത് പോയിട്ട് അവിടുന്ന് വെയിറ്റ് കുറവാണ് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്നു. അപ്പൊ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ നോക്കിയത്, പിന്നെ അവര് പറഞ്ഞത് അടയും കുഴപ്പമൊന്നുമില്ല ശരിയാവും അങ്ങനെ ഇങ്ങനെ. ഇവിടെ ഈ 2.5 വയസ്സ് വരെ ഞങ്ങൾ ഇരുന്നതായിരുന്നു. പക്ഷെ കുട്ടിക്ക് ശ്വാസം മുട്ടലും, കണ്ണ് നല്ല നീല കളറും, ചുണ്ട് ഭയങ്കര പ്രശ്നവും, ശരീരം ഭയങ്കര തണുപ്പുമായപ്പോൾ ഞാൻ തന്നെ സ്വയം സെൽഫായിട്ട് പോയിട്ട് ചെക്കപ്പ് ഹാർട്ടിന്റെ അവിടെ പോയിട്ട്, അതായത് ലക്ഷ്മി ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ചെക്കപ്പ് ചെയ്തതാണ്. എങ്ങനെയുണ്ട്, എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ അവർ നോക്കിയപ്പോഴാണ് കുട്ടിക്ക് എമർജൻസിയാണ്, സർജറി വേണം. അപ്പൊ ഈ ഡേറ്റ് മാറ്റി 6 മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോയില്ല. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോയതാണ്. എന്നിട്ട് പോയി വന്നതിന് ശേഷമാണ് ശരി ഇനിയിപ്പോ ഒരു ജീവിതം മറവില്ല, ആളിങ്ങനെയാണ്, ആള് നമ്മളെ നോക്കില്ല. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം നമ്മൾ നോക്കണ്ടേ. യൂട്യൂബ് വരുമാനം എപ്പോഴും ശാശ്വതമല്ല, അത് കിട്ടാറില്ല. ചില സമയങ്ങളിൽ കിട്ടും, ചില സമയത്ത് കിട്ടില്ല. പിന്നെ അത് ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണിയപ്പ കച്ചവടം തന്നെ തുടങ്ങിയത്. ആ ഉണ്ണിയപ്പ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഡെയിലി കിട്ടുമ്പോഴാണ് എനിക്ക് 2 ഫാമിലി പറയണത്. എൻ്റെ ഭർത്താവിന്റെ ഏട്ടനുണ്ട്, സംസാരിക്കാത്ത ഏട്ടനാണ്. അവരുടെ മകളും സംസാരിക്കില്ല, അവരുടെ ഭാര്യ മരിച്ചു ക്യാൻസർ ആയിട്ട്. അപ്പൊ അവർക്ക് ആ ഏട്ടനെ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനൊന്നും അറിയില്ല, ആരെങ്കിലും കൊണ്ടുപോയാലേ ജോലി ചെയ്യുള്ളൂ. അപ്പൊ അവർക്കൊരു വരുമാനം വേണം. അപ്പൊ എൻ്റെ നിന്ന് കിട്ടുന്നതെന്നാണ് ചെറിയ രീതിയിൽ ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അതൊന്നും ഞാൻ എവിടെയും കുത്തിപ്പാടി നടന്ന് എനിക്ക് ഒന്നും വേണ്ട. അവരിനെ എന്തെങ്കിലും വലിച്ചഴിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഇന്നത് കൊടുക്കുന്നു, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഞാൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എന്തിനാ വെറുതെ പറയണത്? അവനവന്റെ കാര്യം നോക്കുക, അവനവൻ നടക്കുക. ഇനി ഞാൻ എന്റെ കാര്യം കൊണ്ട്, ഞാൻ എന്റെ മകളുടെ കാര്യം കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു. അതിലിപ്പോ എന്ത് ഞാൻ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ, എന്ത് മാനനഷ്ടം സംഭവിക്കണമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എന്താ വെച്ചാൽ എനിക്ക് അത്രത്തോളം സങ്കടം. എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ഒരു ചീത്തപ്പേര് കേൾക്കണമെങ്കിൽ എന്റെ മകളൊന്ന് രക്ഷപ്പെടുത്തി വരട്ടെ. എത്രയോ ആൾക്കാരുടെ പ്രാർത്ഥനയുണ്ട്. ഓരോ ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് അത് തന്നെ, ആരെയും മിസ്യൂസ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ആളുകളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ,
ആ ജസ്ന എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ചെയ്ത മാതിരിയാണ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലായി. അതൊന്ന് ആലോചിക്കും. ഞാൻ എന്റെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത് ജസ്ന ആ ഫോട്ടോ വരച്ചിട്ട് ഏതു നേരം അമ്പലത്തിൽ പോയിട്ട് നിൽക്കുന്നതാണ്. ഞാൻ ഏതു നേരം അമ്പലത്തിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ ഏതു നേരവും പിന്നെ ഫാത്തിഹ ഓതുന്നുണ്ടോ? ഞാൻ അങ്ങനെ എന്നെ ചുട്ടിപ്പിച്ചതുകൊണ്ട് എന്നെ വല്ലാണ്ട് അങ്ങോട്ട് ഇതാക്കിയപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് എന്താന്ന് ചോദിച്ചാലേ ഇതൊരു മുതലെടുപ്പാണോ എന്നാണ് ചോദിക്കുന്നത്. എന്തിനു മുതലെടുക്കണം? നമ്മളൊരു അവസ്ഥ വന്നപ്പോ ചോദിച്ചതിനാണോ ഈ മുതലെടുപ്പ് എന്ന് പറയണത്? എനിക്ക് ഒരു മുതലെടുപ്പും വേണ്ട. എന്റെ വിശ്വാസവും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഞാൻ ഇപ്പൊ എന്റെ ബെസ്റ്റ്, എന്റെ കൂടെ എന്റെ ഒരു അമ്മനെ പോലെ കണ്ട ഒരു ഖദീജ താത്ത ഞങ്ങൾ എപ്പോ കൂടെ എന്നെ ഇങ്ങനെ തൊടും, എന്നെ തൊടുക, സംസാരിക്കുക. എന്റെ മകളെ ജീവനാണ്, അറിയോ? എന്നിട്ട് അവര് മരിച്ചു പെട്ടെന്ന്. അപ്പൊ ഞാൻ അവരെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. അതിനിപ്പോ എന്താണ്? അത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ വീഡിയോ ചെയ്തത്. ഞാൻ പറയുന്നത് കേൾക്കാം. നമ്മളെന്താ വെച്ചാൽ ഇങ്ങനെ ഏതാണ് ജിപ്മർ ഹോസ്പിറ്റല് 1 രൂപ പോലും ചെലവില്ലാതെ ചികിത്സിക്കാൻ പറ്റും സെൻട്രൽ ഗവൺമെന്റിന്റെ. അതന്നെ, ഇത് ഹൃദയത്തിൽ രജിസ്റ്റർ ചെയ്തോണ്ട് 1 രൂപ പോലും വേണ്ട. ശരിയാണ്. ഞാൻ ഒന്ന് പറയണേ, 8 ലക്ഷം രൂപ നമുക്ക് വേണ്ട. ബാക്കി പൈസ ഒന്നും നിങ്ങൾ വേണ്ടെന്നാ പറയണത്. അത് പോയാലേ അറിയുള്ളൂ അത് എന്താണെന്നുള്ളത്. ഇപ്പൊ സർജറി ചെയ്ത് എത്രയോ ആൾക്കാർ എന്നെ വിളിച്ചിരിക്കണു, എത്രയോ പേര് എന്നെ കൂടി സംസാരിച്ചിരിക്കണു. കാര്യം അറിയാതെ എങ്ങനെ സംസാരിക്കാൻ കഴിയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അത് പോണ്ടിച്ചേരിയിലല്ലേ? ഇവിടുന്ന് പോണെങ്കിൽ ഒരു എത്ര ഇത് ആയിട്ട് ഞാൻ പോണം പറയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് ധന്യ, നമ്മളൊരു കുട്ടിക്ക് വേണ്ടി നമ്മൾ പോവേണ്ടി വരും. ശരിയാണ്, പൈസ കിട്ടും. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ആ പോകുന്ന ചെലവല്ലേ വേണ്ടി വരുള്ളൂ. അങ്ങനെ ആവുമ്പോള് നമ്മളിപ്പോ മക്കൾക്ക് വേണ്ടി പോകുന്ന കഴിഞ്ഞിട്ട് അവര് പറയണ ദിവസം 1 മാസം വരെ കുട്ടിനെ നമ്മള് മിണ്ടാതിരിക്കണോ പണിക്ക് പോവാതെ? അതല്ല ഞാൻ പറയുന്നത് കേക്ക്. അതൊക്കെ ഓക്കെ, ഈ പറയുന്നത് കേക്ക്. എനിക്കിപ്പ വേണ്ടി അവിടെ അത്യാവശ്യം വേണ്ടി വരുന്ന ചെലവിനുള്ള പൈസ ഓക്കെ ആളുകളെ അടുത്തുനിന്ന് കളക്ട് ചെയ്താലും, പിന്നെ എനിക്കിപ്പ ആ ഒരു സമയത്ത് എനിക്ക് സ്ട്രഗിൾ ആയുള്ള പൈസ ആളുകളെ അടുത്തേ പോലെ വന്നു വിചാരിച്ചോ. പക്ഷേ അതിനുശേഷം എനിക്ക് ആ ഒരു പൈസ കൊണ്ട് അവിടുത്തെ കാര്യങ്ങളും അങ്ങോട്ട് പോകേണ്ട ചെലവും ട്രാവൽ ചെലവും കാര്യങ്ങളും മാത്രം നോക്കിയിട്ട് എനിക്ക് അവിടെ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടുമല്ലോ ധന്യ. ശരിയാണ്. അങ്ങനെ ഒരു പറയണ്ടേ, അങ്ങനെ എനിക്കൊരു ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ സപ്പോർട്ട് ചെയ്തരാ. കാരണം എന്താന്ന് ചോദിച്ചാല് എന്റെ ഫ്രണ്ട് അവിടെ നേഴ്സായിട്ടുണ്ട്. പറ്റുമോ? അങ്ങനെ പറ്റുമോ? പോവാൻ പറ്റുമോ? ഞാൻ പോവാൻ തയ്യാറ് തന്നെയാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ അവര് വെരിഫിക്കേഷനും കാര്യങ്ങളും വന്നു. ഇവരിപ്പോ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഈ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ 2-3 ദിവസത്തിൽ നമ്മൾ അങ്ങോട്ട് പോകണം. ഈ തിങ്കളാഴ്ച നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുകയാണ്. ഈ ഇങ്ങനെ അവിടെയല്ല ഇവിടെയല്ല മാറ്റുമ്പോ പിന്നെ ഞാൻ കള്ളത്തരം ചെയ്തു എന്ന് പറയില്ലേ? നീ ഒന്ന് ആലോചിച്ചൊക്കെ. ഞാനിപ്പോ പൈസ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ചെയ്തിട്ട് ഇനി ഞാൻ നല്ലോണം ഒന്നുമില്ല ഫ്രീ ആണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെലവ് ഒന്നും തരില്ലെന്നാണ് നിങ്ങൾ പറയണത്. ഞാനിപ്പോ 1 മാസം ഞാൻ ഇവിടെ ഇരിക്കണ്ടേ? എന്റെ മകളെ ഞാൻ നോക്കണ്ടേ? എന്തെങ്കിലും കാര്യം വന്നാൽ ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ ഓടണ്ടേ? അത്രയും ദൂരത്തേക്ക്. റൂം റെന്റ് റൂമിന് 700 രൂപയാണ്. 10-15 ദിവസത്തേക്ക് നോക്കുന്ന ആലോചിച്ചു. ഈ ജിപ്മർ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 1 രൂപ പോലും ചെലവില്ല. അതിത്തിരി നേരത്തെ അറിഞ്ഞതാണെങ്കിൽ നമ്മളെല്ലാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ അവസാനം വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് പറയും? അതൊക്കെ ശരിയാണ്. അവസാന ഘട്ടം എന്ന് പറഞ്ഞാല് നമ്മളെ കുട്ടിയുടെ കാര്യത്തിന് നമ്മൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും പൊതുവെ പല ആളുകളും മിസ് ഗൈഡ് ചെയ്യപ്പെടുന്നത് എവിടെ അറിയോ? നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് വന്നാലും നമുക്ക് എല്ലാത്തിനും ഇതായിട്ടുള്ള സംവിധാനങ്ങളായി സെൻട്രൽ ഗവൺമെന്റിന്റെ ഹോസ്പിറ്റൽ സംവിധാനങ്ങളുണ്ട്. ആരും അത് ഉപയോഗപ്പെടുത്താറില്ല. നമ്മൾ നന്മമരങ്ങളും ഇവരൊക്കെ ചെയ്യുന്ന പോലെ കുറെ ഫണ്ട് റൈസ് ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പോവാറാണ് പതിവ്. അതൊന്നും വേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാല്. ഇതിപ്പോ അറിയൂല. നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു നമ്മൾ കുട്ടീനെ വേഗം ഇതാക്കണം, എമർജൻസി ആണ്, നിങ്ങൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് ചെയ്തത് തന്നെ. ഇതിന് ഇങ്ങനെയൊക്കെ ഒരു വിമർശനം വരുന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു പറഞ്ഞാൽ ഒരാൾ നമ്മളെ ഹറാസ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിച്ച് നമ്മൾ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ളൊരു മൈൻഡിലേക്ക് ആവണം. ഞാൻ ആരെയാണ് പറ്റിച്ച് ജീവിക്കുന്നത്? ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് തരിയെന്ന് മുസ്ലിമായ ആളുടെ അടുത്ത് ഞാൻ പൈസ തരിയും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു തരിയെന്നൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. പറയുന്നത് ഇനി ആകെ 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. കാരണം കുറെ കാലങ്ങളായിട്ട് എൻ്റെ ഭർത്താവിന് ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു എന്നും അത്തരത്തിലൊരു സിറ്റുവേഷനിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് എത്രമാത്രം വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ആയിരിക്കാം, അല്ലാതിരിക്കാം. പക്ഷേ ഇത്തരത്തിലൊരു വിഷയത്തിൽ ഞാൻ ധന്യയോട് പറഞ്ഞിട്ട്
നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇത്തരം ഒരു ചികിത്സയ്ക്ക് വേണ്ടി 1 രൂപ പോലും ചെലവഴിക്കാതെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ജിപ്മർ പോലത്തെ ഹോസ്പിറ്റൽ സംവിധാനങ്ങളുണ്ട്. പലപ്പോഴും ഈ നന്മ മരങ്ങളൊക്കെ ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകളെ ഫണ്ട് റൈസ് ചെയ്തിട്ട് അതിന്ന് എങ്ങനെയെങ്കിലും അവർക്ക് ചികിത്സ നേടിക്കൊടുക്കും. പക്ഷേ അവിടെയൊക്കെ പല നന്മ മരങ്ങളും കമ്മീഷൻ ഏജൻറ്റുകൾ ആയി മാറാറുണ്ട് പല ഇടങ്ങളിലും. പക്ഷേ ഇവിടെ ഈ ഒരു ധന്യ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിക്ക് എന്തുകൊണ്ട് ജിപ്മർ പോലത്തെ ഒരു ഹോസ്പിറ്റൽ സ്വീകരിച്ചില്ലായിരുന്ന ഞാൻ ചോദിച്ച പല ചോദ്യത്തിനും അവളുടെ ക്ലാരിറ്റിയിൽ നിന്ന് നമുക്ക് അത്രമാത്രം കംഫർട്ടായിട്ടുള്ള സുഖകരമായിട്ടുള്ള ഒരു ക്ലാരിറ്റി അല്ല കിട്ടുന്നത്. കാരണം പല ക്ലാരിറ്റികളും ആദ്യം പറഞ്ഞ വാക്കല്ല പിന്നീട് പറയുന്നത്. കാരണം ഓരോ വാക്കുകളും വ്യത്യസ്തമാണ്. പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് സംശയത്തിൻ്റെ നേരിൽ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷേ അത് ധന്യ തന്നെ തെളിയിക്കണം. ധന്യ ആ വ്യക്തമായിട്ട് വീഡിയോയിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ തെളിയിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത്, കാരണം ഇവിടെ ഞാൻ ധന്യയായിട്ടുമായിട്ട് സംസാരിച്ച ഓഡിയോ ആണ് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്. പക്ഷേ ധന്യയുടെ സംസാരത്തിൽ പലയിടങ്ങളിലും എന്തൊക്കെയോ അവ്യക്തത എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കത് എത്രമാത്രം അനുഭവപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ധന്യ ഈ ഓഡിയോയുടെ ഏറ്റവും അവസാനത്തിൽ പറയുന്ന കാര്യമാണ്, അത് സത്യമാണെങ്കിൽ ധന്യയെ നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ ധന്യ ഇത് തെളിയിക്കേണ്ടത് ധന്യയുടെ കൂടെ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും നമ്മുടെ മക്കൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളല്ലാതെ മറ്റൊരാൾ ത്യാഗം സഹിക്കില്ല. പക്ഷേ നമ്മൾ ആ ത്യാഗത്തിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് അതിനുവേണ്ടി ചികിത്സ തേടേണ്ടി വരും. പക്ഷേ അവിടെയൊന്നും അതെനിക്കറിയില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇനി എന്താ ചെയ്യുക, ഇത്തരം ചോദ്യങ്ങളല്ല ധന്യ, ഇത്തരം ഉത്തരങ്ങളല്ല ധന്യ പറയേണ്ടത്. കാരണം ഇത്തരം വിഷയങ്ങളിൽ ഇത് മുൻപേ ധന്യയുടെ കുട്ടിക്ക് ഇത്തരം അസുഖമുണ്ടെന്ന് ധന്യക്ക് അറിയുമായിരുന്നു. ധന്യ ഒരുപാട് സമയങ്ങളിൽ വീഡിയോസിലൊക്കെ വന്നിട്ട് ഇത്തരം വീഡിയോസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ധന്യ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ധന്യ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് അവിടെ വ്യക്തമായൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നുകൂടെ അന്വേഷിക്കണമായിരുന്നു. അല്ലെങ്കിൽ ധന്യ പറയണമായിരുന്നു ഇതിന് ഞാൻ എന്ത് ചെയ്യണം. കാരണം ഇത്രയ്ക്കും ഓഡിയൻസ് ഉള്ള ധന്യക്ക് എന്തുകൊണ്ട് ചോദിച്ചുകൂടാ, എൻ്റെ മകളുടെ അവസ്ഥ ഇതാണ്. പലരും വെറും പണം മാത്രം അവകാശപ്പെടും. അതല്ല ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്യും എന്നുള്ളതിന് ഒരു നിർദ്ദേശം ഓഡിയൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സത്യസന്ധമാണെങ്കിൽ ആളുകൾ അതിന് സഹായം ചെയ്യും. പണമായിട്ട് നമ്മൾ ഒരാളും സഹായം ചെയ്യരുത് ഇത്തരത്തിൽ ചില വിഷയങ്ങളിൽ. പക്ഷേ സഹായം നമ്മളതിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തമാണ് എങ്കിൽ നമ്മൾ സഹായിക്കാം. പക്ഷേ അല്ലാത്ത ഇടങ്ങളിൽ പല മനുഷ്യരും ഇന്നത്തെ കാലഘട്ടത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ധന്യയുടെ വിഷയത്തിലും നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ധന്യ. ഈ ഒരു കാര്യത്തിൽ മാത്രമേ ധന്യ വാങ്ങിച്ചിട്ടുള്ളൂ. അത് പലരും പലതും പറഞ്ഞോട്ടെ. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ധന്യ, എനിക്ക് തോന്നുന്നു ധന്യ വളർന്നതൊക്കെ ഒരു മുസ്ലിം സൊസൈറ്റിയിലാവുമ്പോ നമ്മൾ ആ ഒരു സൊസൈറ്റിനോട് തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക, ആ ഒരു സൊസൈറ്റിയിൽ അയച്ചു പോകുമ്പോൾ പല വിധത്തിൽ കാണുന്നു എന്ന് മാത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ. എൻ്റെ അച്ഛനും ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ആയിട്ടാണ് എപ്പോഴും സംസാരിക്കുക, എല്ലാം ചെയ്യും. എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും, അവർ ഞങ്ങളുടെ ഇതിലേക്ക് വരും. പക്ഷെ ഞങ്ങൾ ഹിന്ദു മുസ്ലിം അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിട്ട്. എന്തൊക്കെയാ പറഞ്ഞിടക്കണത്, ഒരാൾ കാര്യം അറിയാതെ സംസാരിച്ചിരിക്കുക. അത് വേറൊരു കാര്യം. വർഗീയത വിഷം തുപ്പുന്നവരെ തുപ്പിക്കൊണ്ടിരിക്കും. അതങ്ങനെ ചെയ്യുള്ളൂ. ചില മനുഷ്യർ അങ്ങനെയാണല്ലോ. പക്ഷെ ചില ആളുകൾ ചിന്തിക്കുന്നു, ഇത് നമ്മൾ ആരും ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. 2 വിധത്തിലുണ്ട്. വർഗീയത വിഷം തുപ്പുന്നവര് അത് തുപ്പാൻ വേണ്ടിയിട്ട് അത് ചെയ്യും. പക്ഷെ ചില ആളുകൾ ഇതൊന്നും അറിയാത്തവര് ഒരു പക്ഷെ ഇനി ധന്യ ഇത് മുതലെടുക്കുകയാണോ എന്നും ചിന്തിക്കും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ധന്യ, ഞാൻ പറഞ്ഞോട്ടെ, നമ്മള് ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളത് നമ്മളെ ആവശ്യമാണ്. പിന്നെ വേറൊരു കാര്യം, അപ്പൊ നമ്മൾ ഇതിന് പല ഓപ്ഷൻസുകൾ ഉണ്ട് എന്ന് നമ്മളത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആളുകൾക്ക് അത്
അത് ആളുകളെ അങ്ങനെയും തെറ്റിദ്ധരിക്കും. അത് അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട് നിലവില്. എന്തൊരിതിനും ഈ ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളതിലൊക്കെ ഉപരി ഇതിനൊക്കെ റൈറ്റ് ട്രീറ്റ്മെന്റും സംവിധാനങ്ങളൊക്കെ ഗവൺമെന്റിന്റെ അടുത്തൊക്കെ ഉണ്ട്. പക്ഷെ ആരും ഇതൊന്നും ഉപയോഗപ്പെടുത്താത്തതുകൊണ്ട് ഗവൺമെന്റ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ബിൽഡ് ചെയ്യാനോ അതൊന്നും എക്സ്പാൻഷൻ ചെയ്യാനോ ശ്രമിക്കാറില്ല. നമ്മളതൊന്നും ഉപയോഗപ്പെടുത്തൂല. പക്ഷേ ധന്യയെ സംബന്ധിച്ചിടത്തോളം ധന്യ ഈ ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു പക്ഷേ ധന്യക്ക് അതറിയാമായിരിക്കാം. ധന്യക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും ആളുകളുള്ള ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയേണ്ട ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ധന്യയുടെ കൾച്ചറും സംസ്കാരമൊക്കെ മുസ്ലിം സൊസൈറ്റിയോട് ഇണങ്ങിച്ചേർന്നതായിരിക്കാം. എങ്കിലും ധന്യ ഇവിടെ ആ ഒരു സമയത്ത് ധന്യയുടെ മകൾക്ക് ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലാണ് ധന്യ സംസാരിക്കേണ്ടത്. അല്ലാതെ ധന്യ വെറും പണം ചോദിച്ചുകൊണ്ട് മാത്രം വീഡിയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് ധന്യ മനസ്സിലാക്കണം. ഏതായാലും ധന്യ വീണ്ടും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേൾക്കാം. ഈ വീഡിയോയുടെ അവസാനത്തിൽ ധന്യ പറയുന്ന കാര്യമുണ്ട്, അത് ധന്യ പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റും, അല്ലെങ്കിൽ ധന്യയെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഏതായാലും അതുകൂടെ ബാക്കി കൂടെ നമുക്ക് കേൾക്കാം. നമ്മളിന്ന് വന്ന നമ്മൾ സംസാരിച്ചത് നമുക്കുള്ള ചെലവുകളോ അല്ലെങ്കിൽ നമ്മൾക്ക് ട്രീറ്റ്മെന്റിനോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും പൈസ കണ്ടെത്തിയേ പറ്റുള്ളൂ. സർജറിക്ക് മാത്രം നമ്മൾ 8 ലക്ഷം രൂപ ഗവൺമെന്റ് നമുക്ക് തരല്ല, അത് ഗവൺമെന്റുമായിട്ടുള്ള ഇതിൽ പോകും. അങ്ങനെ തന്നെയാണ്. എന്താണ് സംഭവം? അത് ഹൃദ്യം. 8 ലക്ഷം രൂപ ഗവൺമെന്റ് തരും. നമുക്ക് തരികയല്ല കേട്ടോ, അത് പറഞ്ഞിട്ടും പറയല്ലേ. സർജറിന്റെ ഇതാണ് 8 ലക്ഷം രൂപ എന്നുള്ളത്. അത് ഓരോ ഓപ്പൺ ഹാർട്ടിനും പിന്നെ ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും. ആ 8 ലക്ഷം രൂപന്റെ ഉള്ളിൽ നമുക്ക് ആ സർജറി ഫ്രീ ആയിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കണം, പിന്നെ എക്കോ എടുക്കണം, പിന്നെ വേറെ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ, പിന്നെ റൂം റെന്റ്, പിന്നെ ICU അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പൈസ കണ്ടെത്തണം. അങ്ങനെ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ പൈസ കണ്ടെത്താം. അതായത് ഇപ്പൊ ധന്യ പണം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ അവിടെയുള്ള ചെലവുകൾക്ക് വേണ്ടിയുള്ള പണമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിന്റെ അക്കൗണ്ടിലേക്ക് ഹോസ്പിറ്റലിന്റെ അക്കൗണ്ടിലേക്ക് ആ പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. 8 ലക്ഷം രൂപന്റെ ഉള്ളിലുള്ളത്, അത് എത്ര രൂപയാണ്? ഓപ്പൺ ഹാർട്ട് ആണെങ്കിൽ അതിന്റെ ഒരു റേറ്റ്, അത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. ഹൃദയം വഴി നമുക്ക് ആ ഹോളിനുള്ള സർജറിക്കുള്ള പൈസ മാത്രം ഗവൺമെന്റ് കൊടുക്കും. ബാക്കിയുള്ളത് നമ്മൾ കണ്ടെത്തണം. ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ എന്ത് ചെലവാണ് അവിടെ നമുക്ക് മെയിൻ ആയിട്ട് വേറെ അഡീഷണൽ? റൂം റെന്റ്, നമ്മൾ ഒരു റൂമിന് 700 രൂപയായിട്ട് നമ്മളൊരു റൂം എടുക്കണം. പിന്നെ ICU ചാർജ് വരുന്നുണ്ട്. അപ്പൊ അത് ഒരു ദിവസം 5000 രൂപയോളം നമുക്ക് വരുന്നുണ്ട്. ചിലപ്പോ 4500 അല്ലെങ്കിൽ അല്ല 3500, അതും ഈ ഒരു 700 കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഭക്ഷണത്തിന്റെ ചെലവുണ്ടെങ്കിൽ അങ്ങനെ മൊത്തം ചിലപ്പോൾ 4800 അല്ലെങ്കിൽ 3800 ആ റേഞ്ചിൽ ഒരു ദിവസം ഒരു 10,000 രൂപ ചെലവ് വരും എന്നർത്ഥം. ഒരു ഏകദേശം. മുമ്പേ ഈ ധന്യ പല വിധത്തിലും, കാരണം ഇന്ന് ആളുകൾക്ക് ഇത് ഇത്തരത്തിൽ സംശയാസ്പദമാകുന്നുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയിക്കും, ജസ്ന സലീം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൃഷ്ണൻ്റെ ചിത്രം വരച്ചുകൊണ്ട് ഹൈന്ദവരിൽ നിന്നും അവരുടെ പ്രീതി നേടാൻ വേണ്ടിയിട്ട് അത്തരം പണം സമ്പാദിക്കുന്ന രീതി നമ്മൾ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഒരാളുടെയും മനസ്സ് ചുഴ്ന്ന് അന്വേഷിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. ഒരു പക്ഷേ അവരുടെ ചില ആറ്റിറ്റ്യൂഡുകൾ കാണുമ്പോൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലുള്ള പലരും അത് അങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകും. തീർച്ചയായിട്ടും ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയും, നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഈ ധന്യയെ ഒരിക്കലും ഇത്തരത്തിൽ ഈ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഇമോഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പണം പിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ധന്യ ചെയ്യുന്നത് വളരെ മോശം തന്നെയാണ്. ഒരിക്കലും അനുകൂലിക്കാൻ കഴിയാത്തതാണിത്. പക്ഷേ ധന്യയുടെ മകൾക്ക് അങ്ങനെ ഒരു ഹൃദ്രോഗം ഉണ്ട് എങ്കിൽ ധന്യ കാണിക്കട്ടെ അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടും അതിൻ്റെ തെളിവുകളൊക്കെ. അല്ലെങ്കിൽ ധന്യ ഇതുമായി സംബന്ധിച്ചിട്ട്
ഓരോ വ്യക്തികളും തെളിവായിട്ട് ഇത് ഇന്നതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വീഡിയോ സഹിതം കാണിക്കട്ടെ. പക്ഷേ ധന്യ എന്നോട് ആ ഓഡിയോയിൽ പറയുന്നത് എന്താ അറിയോ, എൻ്റെ മകളുടെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കഴിയട്ടെ എന്നിട്ട് ഞാൻ സംസാരിക്കാം. പക്ഷേ ധന്യ ഇപ്പോൾ അതിൻ്റെ ഒരു ഇമോഷണൽ ആയിരിക്കാം. പക്ഷേ അതിൻ്റെ ഒക്കെ ഒരു ഇമോഷണൽ ആണെങ്കിൽ തന്നെ ആളുകൾ ഇത്രയൊക്കെ സത്യസന്ധമായിട്ട് അതിന് പണം തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ ഇന്നതാണ്, അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും കാണിക്കേണ്ടത് ധന്യയുടെ ഉത്തരവാദിത്തമാണ്. കാരണം അതല്ലെങ്കിൽ നാളെ ഇതിലും വലിയ ധന്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മറ്റൊരു മുഖമായിട്ട് ചർച്ച ചെയ്യപ്പെടും. ധന്യ മുൻപോട്ട് വന്നിട്ട് ധന്യ കാണിക്കൂ, ധന്യയുടെ മകൾക്ക് ഇന്ന അസുഖമാണ്. അല്ലെങ്കിൽ ധന്യ എന്നോട് ഈ ഓഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല. കാരണം ധന്യ പറയാണ്, കാരണം അത് എന്താണെന്ന് അറിയില്ല, അത് ചെക്ക് ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെയല്ല, പക്ഷെ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പ്രേക്ഷകരോട് പറയൂ. പക്ഷേ ചിലപ്പോൾ ധന്യ പറയുന്ന സത്യമാണെങ്കിൽ ആളുകൾ അതിലും സത്യസന്ധമായിട്ട് ധന്യക്ക് പണം നൽകും. എന്തിനും തയ്യാറാണ് മലയാളികൾ. കാരണം മലയാളികളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത്രക്കും സത്യസന്ധമാണ്. വിശ്വസിച്ചവനെ ഒരിക്കലും മലയാളികൾ ചതിക്കില്ല. പക്ഷേ ഇത്തരം ചതികളിലേക്ക് മലയാളികൾ പെട്ടുപോവാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കണം. കാരണം എന്താ അറിയോ, ധന്യ സത്യസന്ധമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത് എങ്കിൽ ധന്യക്ക് അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഏതായാലും ധന്യ പറയുന്ന 10 അല്ലെങ്കിൽ 15 ദിവസം എന്ന് പറഞ്ഞു. 10 to 15 10ഉം 15 ദിവസം കണക്കൂട്ടി 5000 വെച്ച് എത്ര രൂപയായി കണക്കാക്ക്? 10 ദിവസത്തേക്ക് 50,000. 10 ദിവസത്തേക്ക് 50,000 ആയി. 15 25 75,000 ആയി. അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പിരിച്ച പൈസ ആയോ ലപ്പറായോ? അതിനെ പിരിച്ചിട്ടില്ലല്ലോ, അതിന് ആയിട്ടില്ലല്ലോ എനിക്ക് പൈസ. ഇവിടെ നിങ്ങൾ ഏകദേശം കണ്ടെത്തണമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. മറ്റൊരു ക്വസ്റ്റ്യന്, ധന്യ ഏതാണ് ഈ ഹോസ്പിറ്റല്? ഞങ്ങൾ 2 ഹോസ്പിറ്റലിലാണ് പോയത്. അതിൽ ഈ അമൃതയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ പൈസ ഒന്നും നമുക്ക് കണ്ടെത്താൻ വഴിയില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിലത്തെ ആൾക്കാരെ നമ്മൾ വിളിച്ചു. അപ്പൊ അവര് നമ്മളിവിടെ വന്ന് കണ്ടിട്ടുണ്ട്. അവർ കണ്ട് വന്ന് നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ആളുകളാണ് എന്താണെന്ന് നോക്കിയിട്ട് ഇന്ന് നമ്മളെ കൊണ്ട് അവർ പോവാൻ പറഞ്ഞിട്ടുണ്ട്. പോയി അവരെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ നിൽക്കില്ല. ഓക്കെ, അതായത് ചിലപ്പോ ആസ്റ്റർ മെഡിസിറ്റി കംപ്ലീറ്റ് ചെലവ് ഏറ്റെടുക്കും വരും. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഞാൻ അതിനെ ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ ഇടും. അത് ഇന്ന് തന്നെ അറിയും. ഇന്ന് ഞങ്ങൾ പോകണം. ഞാൻ എന്റെ ചോദ്യം, ആസ്റ്റർ മെഡിസിറ്റി ഫുള്ള് ചെലവ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആരൊക്കെയാണോ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് അവരൊക്കെ പൈസ തിരിച്ചു കൊടുക്കുന്ന അർത്ഥം? ഞാൻ തിരിച്ചു കൊടുക്കും അല്ലേ? ഓക്കെ. ധന്യ പറയുന്ന കാര്യങ്ങള് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ഓരോ സമയത്തും ധന്യ ഏത് ഹോസ്പിറ്റലാണ് എന്ന് പോലും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സംശയത്തിൻ്റെ നിഴലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് മനസ്സിലാവണില്ല. കാരണം 100% നമുക്കിത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം തെളിവുകൾ മുന്നോട്ട് വെക്കണം. കാരണം ധന്യ പറയുന്നുണ്ട്, ഞാൻ പിന്നെ ആസ്റ്റർ മിംസിൽ കാണിക്കാൻ പോകുന്നുണ്ട്, അതല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ പോകുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു അസുഖമുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ വ്യക്തത വരുത്തേണ്ടത് ധന്യയുടെ കടമ തന്നെയാണ്. അങ്ങനെ ഇനി ധന്യ പറയുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ ധന്യ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ നമുക്ക് ധന്യയെ വിശ്വസിക്കാം. കാരണം ആസ്റ്റർ മിംസ് ഈ പണം മുഴുവനും അവരെ ചെലവും കാര്യങ്ങളും ആ ചെലവിന് വേണ്ടിയുള്ള പണം കൂടെ ആസ്റ്റർ മിംസ് എടുക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ആ ധന്യ പൈസ മുഴുവൻ തിരിച്ച് ആരൊക്കെ പണം ഇട്ടിട്ടുണ്ടോ ഒക്കെ തിരിച്ചു തരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ധന്യ പറയുകയാണെങ്കിൽ ധന്യ ചെയ്യുന്നത് സത്യസന്ധമാണ് എന്ന് നമ്മൾ അറിയും. ഇനി അതല്ല, അത് സത്യസന്ധമാണ് എന്ന് തെളിയിക്കുന്ന അതിനൊക്കെ ഉപരി ധന്യ ഇതിന് തെളിവായിട്ട് ഈ മകൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് എന്തുകൊണ്ട് ധന്യ ഒരു ഡോക്ടറെ ബേസ് ചെയ്തുകൊണ്ട് ഇതിനെ ഓതറൈസ് ചെയ്തുകൊണ്ട്, കാരണം ഇത്രയൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഉള്ള അല്ലെങ്കിൽ 1 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ധന്യക്ക് ഇത് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്നുള്ള ഒരു ചോദ്യം നമ്മളെ മുന്നിലുണ്ട്. കാരണം ധന്യ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ
കാരണം ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. ഈ ഓഡിയൻസിൽ വിശ്വസിക്കുന്ന ധന്യ, ഈ ഓഡിയൻസിനെ നമ്മൾ ഒരിക്കലും പറ്റിക്കപ്പെടരുത്. ഇനി ഇത് സത്യമാണെങ്കിൽ അത് തെളിയിക്കേണ്ട കടമ നമ്മൾ പണം ചോദിക്കുമ്പോൾ ധന്യയുടെ കൂടെ കടമയാണ് എന്ന് കൂടെ ധന്യ മനസ്സിലാക്കണം. ഏതായാലും ആ പണം മുഴുവൻ തിരിച്ചു തരും. അല്ലെങ്കിൽ അതിൽ ഇനി അതല്ല, സത്യസന്ധമായിട്ട് ധന്യയുടെ മകൾക്ക് ഇങ്ങനെ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് എല്ലാവരും അംഗീകരിക്കും. പക്ഷേ അതിനൊക്കെ ധന്യ തെളിവ് കൊണ്ടുവരണം. കാരണം പ്രത്യേകിച്ച് ധന്യ ഈ സമയത്തൊക്കെ ഞാൻ അതിൻ്റെ ഫീലിങ്സിലല്ല, അതിൻ്റെ ദുഃഖമല്ലേ, ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഒന്നും പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ധന്യ പറഞ്ഞു, എനിക്ക് ദൂരത്തേക്ക് പോയിട്ട് ചികിത്സക്കൊന്നും എനിക്ക് കഴിയില്ല. കാരണം പിന്നെ നമ്മുടെ മക്കൾക്ക്, നമ്മളെ ഫാമിലിയിൽ ഒരാൾക്ക് അസുഖം, ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളല്ലാതെ പിന്നെ ആരാ? മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പണം നൽകാൻ കഴിയും. അല്ലെങ്കിൽ പ്രവാസികളൊക്കെ എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് പണം ഉണ്ടാക്കുന്നതെന്ന് ധന്യ മനസ്സിലാക്കണം. പക്ഷേ അപ്പോൾ ആ സമയത്തൊക്കെ ധന്യ ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ധന്യയുടെ കടമയാണ്. കാരണം നാളെ ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി കൊണ്ടാണ്.